എല്ലാവർക്കും നമസ്കാരം. മിക്കവാറും എല്ലാ വീടുകളിലും വൈകുന്നേരങ്ങളിൽ ചപ്പാത്തി ആയിരിക്കും കഴിക്കാറുള്ളത്. അപ്പോൾ പലർക്കും മടിയുള്ളൊരു കാര്യവുമാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കുക എന്നുള്ളത്. എന്നും ഒരേ രീതിയിലാണെങ്കിൽ നമ്മളിത് കഴിക്കുന്നതെങ്കിൽ നമുക്കതൊരു മടുപ്പായി പോകും. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായ ഒരു രീതിയിൽ അല്പം മസാലകൾ മാത്രം ഉപയോഗിച്ച് വേഗം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മസാല ചപ്പാത്തിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിലേക്ക് ആദ്യം വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനിയും ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ വേണ്ടത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത കുരുമുളക് പൊടി. ഞാനതൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ജീരകം, അത് ഒരു 1/4 ടീസ്പൂൺ ഉണ്ട്. അടുത്തത് മഞ്ഞൾപ്പൊടി, അതും 1/4 ടീസ്പൂൺ ആണ് കൊടുക്കുന്നത്. പിന്നെ കൊടുക്കുന്നത് മുളക് പൊടി 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഗരം മസാല, അല്പം കസൂരി മെത്തി. ഇത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കസൂരി മെത്തി. അത് കഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് ഡ്രൈ മാംഗോ പൗഡർ. അതും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. 1/2 ടീസ്പൂണാണ് ഞാൻ അതും ചേർത്ത് കൊടുത്തത്. ഇതിപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഞാൻ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിന് പുറത്തേക്ക് ഒരല്പം എണ്ണയൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ അടച്ചു വെച്ചതിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി. ഇതൊന്ന് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ മാവെല്ലാം ചെറിയ ഉരുളകളാക്കി ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ ഒന്ന് മാവിൽ മുക്കിയതിന് ശേഷം നമുക്കൊന്ന് പരത്തി കൊടുക്കാം. ഇപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം പരത്തിയെടുക്കാം. സ്റ്റൗ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ചപ്പാത്തി തവ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരും. ഇനി നമുക്കിതിലേക്ക് ചപ്പാത്തി വെച്ച് കൊടുക്കാം. ആ സൈഡ് ഒരു ഹാഫ് കുക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് അല്പം നെയ്യാണ് പുരട്ടി കൊടുക്കുന്നത്. നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ എണ്ണയോ എന്ത് വേണേലും പുരട്ടി കൊടുക്കാം. ഈ സൈഡിൽ നമ്മൾ നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നെയ്യ് പുരട്ടി കൊടുക്കാം. ഇതേ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ എല്ലായിടവും നല്ലതായിട്ടൊന്ന് കുക്കായിട്ട് വരും. നമ്മളിങ്ങനെ ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നല്ലതായിട്ട് എല്ലായിടവും മൂക്കും. ഇതിപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ബാക്കിയുള്ള ചപ്പാത്തികൾ നമുക്ക് അതേ രീതിയിൽ ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ചപ്പാത്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്.
വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചന മസാലയാണ് എടുത്തിട്ടുള്ളത്. ഏത് കറി വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കൂട്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.